ഗാന്ധി ജയന്തി ദിനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി അലയമൺ മീൻകുളം റെസിഡൻസ് അസോസിയേഷനും സനാതന ലൈബ്രറിയും. ചണ്ണപ്പെട്ട ആലഞ്ചേരി പാതയിൽ മീൻകുളം ഭാഗത്ത് ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിനീക്കി ഇവിടങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മീൻകുളം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മാക്സ് മിലൻ പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന പൗരനും സനാതന ലൈബ്രറി പ്രസിഡന്റുമായ ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൽ ചെടി നട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മൂന്ന് ഘട്ടങ്ങളിലായി പ്രവർത്തികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മാക്സ് മിലൻ പള്ളിപ്പുറത്തും ഗാന്ധി സന്ദേശം ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പ്രസിഡന്റ് സജീവ് പാങ്ങലങ്കാട്ടിലും വ്യക്തമാക്കി. നമ്മുടെ ഏരിയയിലുള്ള പോത്തമ്പാറ മുതൽ മുക്കൂട് വരെയുള്ള റോഡും മീൻകുളം മുതൽ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ അവിടെ വരെയുള്ള റോഡും മുഴുവൻ കാടുകളും വൃത്തിയാക്കുക. അതിനുശേഷം മീൻകുളത്ത് പൂക്കൾ വെച്ച് മനോഹരമാക്കുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മുക്കൂട് മുതൽ പോത്തമ്പാറ വരെയുള്ള ഇരുവശങ്ങളിലും ഒരേ തരത്തിലുള്ള പൂച്ചെടികൾ വെച്ച് മനോഹരമാക്കുക എന്നുള്ളതാണ്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് മീൻകുളം മുതൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് വരെയുള്ള റോഡിൻ്റെ ഇരുവശവും വീണ്ടും മനോഹരമായിട്ട് ഒരേ തരത്തിലുള്ള ചെടികൾ വെച്ച് മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മീൻകുളം ഒരു പൂന്തോട്ടം പദ്ധതിയുടെ നമ്മുടെ ഐഡിയ. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒക്ടോബർ 2 ദിവസം നമ്മളെല്ലാം ഒരു ശുചീകരണ വാരാഘോഷം ആഘോഷിക്കുകയും ശുചീകരണ വാരാഘോഷം എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ തൊഴിലുറപ്പ് സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് കുറച്ച് കാട് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സാധാരണഗതിയിൽ നമ്മൾ നടത്താറുള്ളത്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 76 കുടുംബങ്ങൾ ഒറ്റ മനസ്സോടുകൂടി നിന്ന്, മീൻകുളം റെസിഡൻസ് അസോസിയേഷനിലെ 76 കുടുംബങ്ങൾ ഒറ്റ മനസ്സോടുകൂടി നിന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളുടെ മുൻപ് വൃത്തിയാക്കുകയും, നമ്മുടെ വീടിൻ്റെ മുൻപ് വൃത്തിയാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ മാത്രം ബാധ്യതയല്ല, നമ്മുടെ കൂടെ ഉത്തരവാദിത്തമുള്ള ഒരു പൗരബോധമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. തീർച്ചയായിട്ടും അത്യപൂർവമായി മാത്രമാണ് വിജയദശമി ദിനവും ഗാന്ധി ജയന്തി ദിനവും ഒറ്റ ദിവസമായിട്ട് വന്നിട്ടുള്ളത്. ഭാരതമെമ്പാടും നല്ല തുടക്കത്തിന്, അത് വിദ്യാഭ്യാസമായാലും തൊഴിലായാലും സംരംഭമായാലും തുടങ്ങുന്നതിന് ഈ ദിവസമാണ് മനുഷ്യർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഗാന്ധി ജയന്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇന്ത്യ അതിന്റെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതും, അഹിംസയാണ് എൻ്റെ സന്ദേശം എന്നുള്ളതും, പിന്നെ സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത, സ്വരാജ് തുടങ്ങിയ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകി. എന്നാൽ അത് ഈ ഗാന്ധി ജയന്തി ദിനത്തിലോ ജനുവരി 30 രക്തസാക്ഷി ദിനത്തിലോ മാത്രം ഒന്ന് അനുസ്മരിച്ച് മറക്കാനുള്ളതല്ല. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാനുള്ളതാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മീൻകുളം സനാതന ലൈബ്രറിയും മീൻകുളം റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി മീൻകുളം ഒരു പൂന്തോട്ടം എന്ന ഒരു ആശയം അല്ലെ ആ സങ്കല്പം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ തുടക്കം കുറിച്ചത്. PJ തോമസ്, VP ജേക്കബ്, ആനിയമ്മ, ഷീല, സ്വപ്ന എന്നിവർ നേതൃത്വം നൽകി. ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനോടൊപ്പം ചെടിയുടെ സംരക്ഷണം, പരിപാലനം എന്നിവ അവരവർ തന്നെ നടപ്പിലാക്കുമെന്നതും പ്രത്യേകതയാണ്. നാട്ടുവാർത്ത, അഞ്ചൽ.